അങ്ങനെ നീണ്ടൊരു ക്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു അഡ്വഞ്ചർ ട്രിപ്പ് പോകാൻ പോവാണ്. എനിക്ക് കടൽ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പേടിയാണ്. ഞാനാണിപ്പോൾ കടലിൽ കൂടി ബോട്ടിൽ പോകാൻ പോണത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതിൽ കൂടുതൽ നല്ല പേടിയുണ്ടായിരുന്നു. ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ പേടിയുള്ള ഞാനാണ് കടലിൽ കൂടെ കപ്പലിൽ പോകാൻ പോകുന്നത്. ഞങ്ങൾ പോയപ്പോൾ വലിയ തിരയൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഉള്ളിൽ കയറിയപ്പോൾ അത്രയ്ക്കും അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ പുഴയിൽ കൂടെയൊക്കെ പോകുന്ന ഒരു ഫീലേ എനിക്ക് തോന്നിയുള്ളൂ. കാരണം രാവിലെ ആയതുകൊണ്ട് അധികം തിരമാലയൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കാം നല്ലൊരു നൈസൊരു അനുഭവമായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കടലിൽ കൂടെ ഒരു ബോട്ട് യാത്ര പോകുന്നത് വള്ളുവറിൻ്റെ സ്റ്റാറ്റു കാണാനാണ്. അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ പുതിയതായിട്ട് പണിതിട്ടുണ്ട്. ഈ അടുത്തായിരുന്നു എന്ന് തോന്നുന്നു ഇനാഗുറേഷൻ അതിൻ്റെ. പിന്നെ അവിടെ വിവേകാനന്ദ പാറയുണ്ട്. അതാണ് ഫസ്റ്റ് വന്നത്. അത് കഴിഞ്ഞിട്ടാണ് വള്ളുവർ സ്റ്റാറ്റു വന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഗ്ലാസ് ബ്രിഡ്ജും വന്നത്. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അങ്ങനെ നമ്മളവിടെ എത്തി. ഒരു കുറച്ച് അകലെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. ഒരു നല്ലൊരു അഡ്വഞ്ചർ തന്നെയായിരുന്നു. നമ്മളവിടെ അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ടൊരു 30 രൂപ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം കയറാനായിട്ട്. നല്ല വെയിലായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. നല്ല കാറ്റായിരുന്നു. ആകെ ഒരു ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ചെരുപ്പ് അകത്ത് ഇടാൻ പാടില്ല. അപ്പോൾ വെയിലുള്ളതുകൊണ്ട് നന്നായിട്ട് കാലൊക്കെ ചെറുതായിട്ട് പൊള്ളുന്ന ഫീലായിരുന്നു. ചിലയിടത്ത് മാത്രം കേട്ടോ. ചൂടൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. നമ്മൾ പോലും പറന്നു പോകുന്നൊരു കാറ്റായിരുന്നു. തലമുടിയും ഡ്രസ്സും എല്ലാം ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കണമായിരുന്നു. നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ചെന്നിട്ടും അതുപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ അവിടെ മൊത്തം കറങ്ങി, ചുറ്റി ഇങ്ങനെ കറങ്ങി. നമ്മളെത്ര നടന്നിട്ടും ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നല്ല കാറ്റുമായിരുന്നു. പിന്നെ നമുക്ക് ഈ ഒരു ഇത് കാണാനുള്ളൊരു ആകാംക്ഷയും എന്തൊക്കെയോ, നമുക്ക് ക്ഷീണമൊന്നും തോന്നിയില്ല കേട്ടോ. കടലിലെ വെള്ളം കണ്ടില്ലേ, നല്ല കളറല്ലേ. നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ നല്ല ഒരു വെറൈറ്റി കളറല്ലേ. അതിനുശേഷം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പോവാണ് കേട്ടോ. നമ്മൾ ഇവിടങ്ങളിലൊന്നും എറണാകുളത്തൊന്നും ഗ്ലാസ് ബ്രിഡ്ജില്ല. അപ്പോൾ വയനാട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോകണം എന്ന് വിചാരിച്ചിട്ട്, കാരണം ഇതിൽ കയറാനായിട്ട് പോകണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ ട്രിപ്പ് എന്തായാലും നടന്നില്ല. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. ട്രിപ്പും അതെ, ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ടുള്ള അനുഭവം. നമ്മൾ നടക്കുമ്പോൾ വലിയ പേടിയൊന്നുമില്ല. പക്ഷെ താഴത്തോട്ട് നോക്കി കഴിഞ്ഞാൽ തീർന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വള്ളുവർ സ്റ്റാറ്റുവിൻ്റെ ഉള്ളിൽ കൂടി കയറി അതിൻ്റെ മുകളിലെത്തി. കുറേ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ കയറാനായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ നല്ല കാറ്റും പിന്നെ കാണാനുള്ളൊരു ആകാംക്ഷയൊക്കെ കാരണം അങ്ങോട്ട് കയറി. അത് കഴിഞ്ഞിട്ടേ പിന്നെ കാലൊക്കെ വേദനെടുത്തുള്ളൂ. അന്നേരത്തെ കാല് വേദനെടുക്കുകയോ ക്ഷീണം തോന്നുകയോ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ വെള്ളവും എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അതൊരു പ്രശ്നം തന്നെയായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെയോ കയറി അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി ഞങ്ങൾ. അവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, അത് ഈ ക്യാമറയിൽ എത്രയും എനിക്ക് പകർത്താൻ പറ്റിയിട്ടുണ്ടെന്നറിയില്ല. അത് നിങ്ങൾ അവിടെ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കാരണം വേറെ ആരുമില്ലല്ലോ ഫോട്ടോസ് എടുത്തിടാൻ. ഞങ്ങൾ തന്നെ സെൽഫിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടെ കുറേ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. തമിഴിലും ഉണ്ട് ഇംഗ്ലീഷിലും ഉണ്ട്. അങ്ങനെ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജിലത്തെ അനുഭവം അതൊരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. താഴത്തോട്ട് നോക്കരുത്, നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചോളണം. താഴെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു പേടിയൊക്കെ തോന്നി എനിക്ക്. അതോടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാനുള്ള പരിപാടിയാണ്.
കുറച്ചധികം നേരം ഇരുന്നിട്ട്, കാരണം ആ കാറ്റത്ത് അങ്ങനെ ഇരിക്കാനായിട്ട് നല്ല രസമായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞ് പിന്നെയും തിരക്കൊക്കെ വന്ന് പിന്നെ തിരിച്ച് പോകാനൊക്കെ പാടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങളവിടുന്ന് പതിയെ ഇറങ്ങാൻ തുടങ്ങി. ഇറങ്ങുന്ന നേരത്തും നല്ല ക്യൂ ഉണ്ടായിരുന്നു, കാരണം ആകെ 2 ബോട്ട് എന്തോ സർവീസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല ക്യൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയും കുറേ നേരം പോസ്റ്റായി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ബോട്ട് വന്നു, അതിലും ആളുകൾ ഫില്ലായി. പിന്നെ ഒരു ബോട്ട് തിരിച്ച് പോകുന്നേ ഉള്ളൂ. അത് ദൂരെ നിന്ന് നോക്കിയിട്ട് എൻ്റെ തല കറങ്ങുമായിരുന്നു. ദൈവമേ, നീ ഇവിടെ തന്നെ കിടക്കേണ്ടി വരുമെന്ന് വരെ തോന്നിപ്പോയി. അത്രയ്ക്ക് തിരയായിരുന്നു. എനിക്ക് അന്നേരത്ത് വന്നപ്പോൾ നമ്മൾ അത്ര ഫീൽ ചെയ്തില്ല. ഒരു ബോട്ട് പോകുന്ന കണ്ടപ്പോൾ ഇത്ര ഡേഞ്ചർ പോലെയാണ് എനിക്ക് തോന്നിയത്. തിരയൊക്കെ അടിച്ചിട്ട് ബോട്ട് പോകുന്നൊരു സീൻ, അതൊരു ഭയങ്കര സീൻ തന്നെയായിരുന്നു. ഒരു കണക്കിന് മനസ്സിൽ ധൈര്യമൊക്കെ വിചാരിച്ചിട്ട് നിന്നു. നമുക്ക് അടുത്ത ബോട്ട് വന്നാലും നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു 4 മണി വരെയൊക്കെ ഉള്ളെന്ന് തോന്നുന്നു ബോട്ട് സർവീസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കൂടി തിരയൊക്കെ കൂടുന്നതുകൊണ്ട് ഐ തിങ്ക് ഒരു 4 മണി വരെയൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. ഏറ്റവും ബെസ്റ്റ് ടൈം എല്ലാവരും പറഞ്ഞത് ഒരു രാവിലെ 8 മണിക്കൊക്കെയാണ്. 8 മണിക്കാണ് ബോട്ട്സ് ഇറങ്ങി തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് നല്ലത് ഇതായിരിക്കും, വെയിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ തിരമാല വൈകിട്ടാകുമ്പോഴേക്കും കൂടുമ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ആടി വിളഞ്ഞ് പോകേണ്ടി വരും. കണ്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു. അത് അടുത്ത് നിന്ന് കാണണം. ഇങ്ങനെ വീഡിയോയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ എത്ര നമുക്കത് ഫീൽ ചെയ്യില്ല. അടുത്തുനിന്ന് കാണുമ്പോൾ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ ഒരു യാത്രയിൽ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഇവിടുത്തെ സൺറൈസും സൺസെറ്റും പിന്നെ ഈ ഒരു ബോട്ട് യാത്രയാണ് കേട്ടോ. ഇവിടെ പോയേക്കണ കുറേ പേര് പറഞ്ഞേക്കണത് ഈ ഒരു ബോട്ട് യാത്രേനെ കുറിച്ചാണ്. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ എനിക്കിത്ര ഫീൽ ചെയ്തിട്ടില്ല, പക്ഷെ അനുഭവിച്ചറിഞ്ഞപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. തിരിച്ചു പോയപ്പോൾ തിരക്കധികം ഉണ്ടായില്ല, വന്നാൽ അത്ര തിരക്കുണ്ടായില്ല. എനിക്ക് സൈഡ് സീറ്റ് കിട്ടി. അപ്പോൾ വലിയ കാര്യത്തിന് സൈഡ് സീറ്റിലൊക്കെ ഇരുന്നു. അപ്പോഴേ ചേട്ടൻ പറഞ്ഞു നന്നായിട്ട് വെള്ളമൊക്കെ മേത്ത് വീഴുന്നു. എന്നാലും ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ വേണ്ടി സൈഡ് സീറ്റിലിരുന്നു കേട്ടോ. അങ്ങനെ വള്ളുവരനോട് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോവുകയാണേ. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു രക്ഷ ഉണ്ടായില്ല, നന്നായിട്ട് വെള്ളം തെറിച്ചു. കാരണം അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് ഇത്രയും ഫീൽ ചെയ്തില്ല. തിരിച്ചു വന്നപ്പോൾ നന്നായിട്ട് തിരമാറലുണ്ടായിരുന്നു. സൈഡിലായിരുന്നു ഇരുന്നത് ഞാൻ. നന്നായിട്ട് വെള്ളം മേത്ത് വീണെന്ന് മാത്രമല്ല, അങ്ങോട്ട് പോയതിനേക്കാളും ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. ശരിക്കും നന്നായിട്ട് പേടിച്ചു. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തിയാൽ മതി എന്നുള്ളൊരു ഫീലായിരുന്നു. പിന്നെ ചെറിയൊരു വിഷമവും, കാരണം ഇനി എന്ന് ഇവിടെ വരാനാ, ഇനി എന്ന് ഇതൊക്കെ ഇനി എക്സ്പീരിയൻസ് ചെയ്യാനാണെന്നൊക്കെ. ഇനിയും വരാൻ പറ്റണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഇനി ഒരിക്കൽ കൂടി പോകണം. ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ. വീട്ടിലിരുന്ന് ഇതൊക്കെ കിട്ടുമോ? അങ്ങനെ ബോട്ട് യാത്ര കഴിഞ്ഞ് നല്ല പുളി മാത്രമല്ല നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. മുളകും ഉപ്പും എല്ലാം കൂടെ ഉള്ളൊരു മാങ്ങയൊക്കെ കഴിച്ച് നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു. അവിടെ ഒരു വാക്ക്വേയൊക്കെ ഉണ്ടായിരുന്നു, കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞ് നല്ലൊരു തമിഴ് മീൽസ് കഴിക്കാൻ കൊതിയായി. അങ്ങനൊരു മീൽസൊക്കെ കഴിക്കാനുള്ള പ്ലാനാണ്. നല്ല കറികളായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ പിന്നെ കാണാം.